ബാക്കി പിടിച്ചിരുന്നേ അതങ്ങോട്ട് പിടിക്കല്ലേന്നൊക്കെ അത് ഇങ്ങോട്ട് പറയാതെ ഇഷ്ടം ആറ്റ പോലെ പോയിട്ട് തരാം ബായ് അട്ടുമില്ല ഒന്നുമില്ല എടാ പച്ചക്കറി വെച്ചാൽ Wheels on the bus go round and round all through the town. Pip 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 pip. ചുമ്മാ മതി ഉൾക്കൊള്ളില്ല. നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഏതെങ്കിലും സിനിമ കാണുമ്പോൾ ആ ക്യാരക്ടർ എന്നെപ്പോലുണ്ടല്ലോ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം പോലാണല്ലോ എന്നൊക്കെ തോന്നാറുണ്ടോ? എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് പണ്ട് ഞായറാഴ്ച 4 മണിക്ക് സിനിമ വരുമ്പം ഒരുപാട് വെറുത്തിരുന്നൊരു പടമായിരുന്നു ആരണ്യകം. ആ പേര് പോലെ തന്നെ ഞാൻ വിചാരിച്ചു വേറെ എന്തൊക്കെയോ ടൈപ്പ് പടമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ പിന്നെ കുറച്ചുകൂടെ മുതിർന്നപ്പോൾ ഞാൻ ആ പടം ഇരുന്ന് കാണുകയുണ്ടായിട്ടോ. അപ്പോൾ അതിൽ അമ്മിണി എന്ന് പറയുന്ന ക്യാരക്ടറല്ലേ, ഞാൻ എന്നെ കാണുന്നത് ആരണ്യകം സിനിമയിലെ അമ്മിണീനെ പോലെ കേട്ടോ. അമ്മിണി ചിന്തിക്കുന്ന പോലെ, അമ്മയുടെ കയ്യിലെപ്പോഴും ബുക്കും പേന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എനിക്കും അതുപോലെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കാട്ടിൽ കയറുക, ചെടികൾ നോക്കുക, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ എന്നെ കാണുന്നത് സിനിമയിലെ ക്യാരക്ടറായിട്ട് ഞാൻ എന്നെ കാണുന്നത് ആരണ്യകം സിനിമയിലെ അമ്മിണിയാണ്. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് ചെയ്ത സലീമ എന്ന് പറയുന്ന ഒരു നടി എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നതല്ലേ. ഒരു മലയാളി പോലും അല്ല, എന്നിട്ടും അവരെന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ സിനിമയിൽ, അതായത് നിങ്ങളുമായിട്ട് സാമ്യമുള്ള ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഞാൻ പാലക്കാട് വന്ന കേട്ടോ, ഒറ്റപ്പാലത്ത്. അവിടെ വന്നപ്പോൾ ഇവിടെ അമ്മ ഞങ്ങളെ പറയാണ് ഇതെൻ്റെ പച്ചക്കറി തോട്ടം കൂടെ കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കും കേട്ടോ. അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് പച്ചക്കറിയും ഒക്കെ ബാക്കിൽ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം ഞങ്ങൾക്ക് തന്നുവിടാൻ വേണ്ടിയിട്ട് ഞങ്ങളെയും കൂടെ കൂട്ടി ബാക്ക് സൈഡിൽ വന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് ചക്ക പൊട്ടിക്കണം. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം എനിക്ക് ഈ സംഭവം കുമ്പളങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരെണ്ണം നിർത്തിയിരിക്കും. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചുകൊണ്ട് പോകും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചതാണ്. ഞങ്ങൾ സൈക്കിൾ റൈഡിങ്ങിന് പോകുമ്പോഴത്തേ വിളിച്ചുകൊണ്ടിരിക്കുക, ഇത് വന്ന് കണ്ടിട്ട് പോകും, ഇരുട്ടി കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളിതേ ചെറിയൊരു പച്ചക്കറി തോട്ടത്തിൽ വന്നു. അത്യാവശ്യം നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നമുക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ കൊച്ചു തോട്ടത്തിലുണ്ട് കേട്ടോ. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണല്ലോ എപ്പോഴും പറയാറ്. നമ്മുടെ ജപ്പാൻകാരുടെ ഒരു വിശ്വാസം അനുസരിച്ച് അങ്ങനല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ഇഷ്ടത്തോടു കൂടി നല്ല ഹാപ്പി ആയിട്ട് ചെയ്യാം. നമുക്ക് തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ സൂര്യൻ്റെ ഒരു റേസ് ഇങ്ങനെ അടിക്കുമ്പോഴല്ലോ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. അപ്പോൾ അതെൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു വഴുതനങ്ങ മാത്രം ഞങ്ങൾക്ക് ഇത്തിരി കയ്പ്പായിപ്പോൾ കേട്ടോ. കറി വെച്ചപ്പോൾ നല്ല കയ്പ്പ്, അതുപോലെ തന്നെ ഒരുപാട് വിത്തും ഉണ്ട് അതിനകത്ത്. അപ്പം അത് മാത്രമേ ഉള്ളൂ ഇത്തിരി ഫ്ലോപ്പായി പോയത്. ബാക്കി പയർ, കുറ്റിപ്പയർ,